മക്കളെ, നാളെ 9ാം ക്ലാസ് ആരേക്ക് നമുക്കൊന്ന് സുഖമായിട്ട് പഠിച്ചാലോ? ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിഞ്ഞ 3 കൊല്ലത്തിന് ചോദ്യങ്ങളായിട്ട് ഉത്തരങ്ങളൊന്ന് ഉഷാറായിട്ട് നോക്കിയാലോ? ഇതൊക്കെ തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ. ഇതല്ലാതെ വളരെ അപൂർവമായിട്ട് വേറെ എന്തെങ്കിലും വന്നു. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിക്കൊന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരു 50 മാർക്ക്, ഏകദേശം 99% നമുക്ക് ഉറപ്പിക്കാം. ഞാൻ വേഗം പറയാം, നിങ്ങളെ സൗകര്യം പോലെ പോസ് ചെയ്തിട്ടോ സ്പീഡ് കുറച്ചിട്ടൊക്കെ കണ്ടു. ഒന്നാമത്തത് യോജിച്ച് ചേർക്കാനാട്ടോ. കബീലത്തു സ്വാലിഹ് നബിയുടെ ജനത ഏതാണ്? സമൂദുകാരാണ്. ഇസ്മു നൂഹ് നബിൻ്റെ ശരിക്കുള്ള പേരെന്താ? അബ്ദുൽ ഗഫാർ. ഇതാണ് ശരിക്കുള്ള പേര് കേട്ടോ. ഇസ്മു ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? അഹ്നൂ. മറക്കരുത്. അദദു സുഹുഫി ഷീത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഏടുകളുടെ എണ്ണം എത്രയാണ്? 50 കേട്ടോ. മദ്ഫനു ഹവ്വാ ബീവിയുടെ മറവ് ചെയ്ത സ്ഥലം എവിടെയാണ്? ജിദ്ദയിലാണ് ഹവ്വാ ബീവിയുടെ ഖബർ ഉള്ളത് കേട്ടോ. മൗദിഉ നുസൂലി ആദം അലൈഹി സ്വലാം ഫിൽ അർള്. ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ എവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്? ബിൽ ഹിന്ദ്. നമ്മുടെ ഇന്ത്യയിൽ ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലെ സറന്ദീപ് മലയിൽ കേട്ടോ. മൗദു നുസൂലി ഇബിലീസ്. പുറത്താക്കിയപ്പോൾ ഇബിലീസ് എവിടെ ഇറങ്ങിയത്? ബിൽ ബസറയിലാണ് കേട്ടോ. കാന ബൈന നോഹിൻ വഹൂദിൻ. ഹൂദ് നബിയുടെയും നോഹിൻ നബിൻ്റെയും ഇടയിൽ എത്ര കാല വ്യത്യാസമുണ്ട്? 800 സന. 800 വർഷം കേട്ടോ മക്കളെ. ഇനി നമുക്ക് അടുത്ത് വിശദീകരിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അതതു മൻ ആമന ബി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം എത്രയാണ്? 120 ആൾക്കാരാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചിട്ടുള്ളത്. അദദുൽ ഹാലിഖീന മിൻ സമൂദുകാരിൽ നിന്ന് എത്ര ആളുകളാണ് നശിച്ചു പോയത്? അഹ്ലു 5000 ബൈത്തിൻ. 5000 വീട്ടുകാരാണ് നശിച്ചത് അല്ലേ? സിന്നു ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് എത്രയാണ്? 400 സനത്തിൻ 460 സന. 464 വയസ്സാണ് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാമിന് ഉള്ളത് കേട്ടോ. അതത് സുഹഫി ഇദ്രീസ് നബിൻ്റെ ഏടുകളുടെ എണ്ണം എത്രയാണ്? 30 സ്വഹീഫ. 30 ഏടുകളാണ് കേട്ടോ. ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ്. യാ ബുനയ്യ ഇറക്കം മകന വലാ തെക്കും മകൽ കാഫിർ. നബി മകനോട് പറഞ്ഞു, പൊന്നാര മോനെ, ഈ കപ്പലിൽ കയറിക്കോ, നീ കാഫിര്യങ്ങളുടെ കൂടെ ആവണ്ട. കാഫിര്യങ്ങളുടെ കൂടെ ആയെന്താ? ഓരൊക്കെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചാൽ നിൽക്കുകയാണ്. ഈ കപ്പലിൽ കയറിയോലെ രക്ഷപ്പെടുള്ളൂ, കയറിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കയറിയില്ല, അവൻ മരിച്ചു പോയില്ലേ. ആശ ആദം അലൈഹിസ്സലാം 960 സന. ആദം നബി അലൈഹിസ്സലാം 960 വർഷം ജീവിച്ചു. അതിൽ 900 എന്ന് പറഞ്ഞാൽ എന്താ? 900. നമുക്ക് പൂരിപ്പിക്കാനുള്ള എന്തേനു? 60 സന, 60 അല്ലേ? അപ്പോൾ 960. കാന ഇദ്രീസ് അലൈഹിസ്സലാം യസൂമുദ്ദഹറ. ഇദ്രീസ് നബി അലൈഹിസ്സലാം കാലം മുഴുവൻ നോമ്പ് നോൽക്കുമായിരുന്നു. എന്നും നോമ്പായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അല്ലേ? ഉമ്രു സ്വാലിഹ് അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ് 200. പിന്നെന്താ? സമാനൂന സന, 280. അവിടെ 80 എന്നുള്ളതിൻ്റെ സമാനൂന സന എന്നുള്ളതാണ് പൂരിപ്പിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചോദ്യത്തരം നോക്കിയാലോ? അർബഅത്തുൻ മിൻ അംബിയാ ഇ അഹ്യാഹുൻ മൻഹും. 4 നബിമാർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും. ആരൊക്കെയാണത്? ഖിളിർ നബി, ഇല്യാസ് നബി, ഐസാ നബി, ഇദ്രീസ് നബി. മറക്കണ്ട കേട്ടോ. അതിനെ കാനത്ത് മസാക്കിനു സമൂദുകാരുടെ താമസം എവിടെയായിരുന്നു? ഹിജർ അല്ലദീ ബൈനൽ ഹിജാസി വ തബൂക്കി. തബൂക്കിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഹിജർ എന്ന പ്രദേശത്തായിരുന്നു സമൂദുകാരുടെ താമസം. മാതാക്കാല നൂഹ് അലൈഹിസ്സലാം ഖൗമിഹി. സമുദായത്തോട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഇന്നി ലക്കും നദീറും മുബീൻ അല്ലാ തഅബുദു ഇല്ലല്ലാ. നിങ്ങൾ അല്ലാഹനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് കേട്ടോ. അതിനുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് ഞാൻ പറയണത്, കേട്ടോളി എന്ന് പറഞ്ഞത് കേട്ടോ. ലിമലുക്കിബ ഇദ്രീസ് ബിഹാദൽ ലഖബി. ഇദ്രീസ് എന്നുള്ള പേര് ഇദ്രീസ് നബിക്ക് എങ്ങനെ കിട്ടിയ? ശരിക്കുള്ള പേര് അതല്ലല്ലോ. ലി അന്നഹു അവ്വലുമൻ ദറസൽ കുത്തുബ. ആദ്യമായി കിതാബുകൾ ദറസ് നടത്തിയത് ഇദ്രീസ് നബി ആയതുകൊണ്ടാണ് ഇദ്രീസ് എന്നുള്ള പേരും അദ്ദേഹത്തിന് കിട്ടിയത് കേട്ടോ. ഇദ്രീസ് ദറസ് അല്ലേ? രണ്ട് ഏകദേശം ഒരുപോലെ അല്ലേ? അയിന മദഫനു ആദം നബി അലൈഹി സ്വലാമിൻ്റെ കബറിടം എവിടെയാണ്? ഇന്ദ സഫി ജബലു അബി ഖുബൈസ് മക്കയിലുള്ള ജബലു അബി ഖുബൈസിൻ്റെ ചെരുവിലാണ് ആ കബറുള്ളത്. വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് ഇതാ മതി മക്കളെ. ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ. കാലലഹും സ്വാലിഹുൻ ഹാദിഹി നാഖത്തുല്ലാ ലഹാ ഷുർബുൻ വലക്കും ഷുർബു യോമിൻ മാലൂം. ഇത് അള്ളാൻ്റെ ഒട്ടകമാണ്. നിങ്ങളൊക്കെ വെള്ളം കുടിക്കണ ആ ഒരു തടാകം ഉണ്ടല്ലോ,
അതിൽ നിങ്ങൾക്കും വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്, ഈ ഒട്ടകത്തിനും അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങളുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. ഇനി നമുക്ക് ആ വാക്കർത്ഥം കൂടി നോക്കിയാൽ ഈ പേപ്പർ ഫുള്ളായി. എന്നിട്ട് നമുക്ക് അടുത്ത പേപ്പർ കിടക്കാം. ജുംഹൂർ ഭൂരിഭാഗം, ഫസീൽ ഒട്ടകക്കുട്ടി, അഷ്റാ 10 മാസം ഗർഭിണിയായിട്ടുള്ള, ഹിമാർ എന്നാൽ കയുത. നമ്മളിനി അടുത്ത പേപ്പർ കിടക്കാട്ടോ, യോജിച്ച് ചേർക്കാനാണ് കേട്ടോ. ഇസ്മു സൗജത്തി ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ പേരെന്ത്? റുഫഖത്ത്. ഖബീലത്തു സൗജത്തി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ ജനത ഏതാണ്? ജുർഹൂം. വരിദ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചു എവിടെ? ബാബില, ഇന്നത്തെ ബാബിലോണിയയിൽ. ഖബീലത്തു സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ആരാണ്? സമൂദ്, സമൂദുകാരാണ്. അദദുമൻ ആമന ബി സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ച ജനങ്ങളുടെ എണ്ണത്തിലാണ് 120. മക്കളെ, നമ്മളെ കഴിഞ്ഞ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങളത് പ്രത്യേകം നോക്കണേ. ഉർസില ഹൂദ് നബി അലൈഹി സ്വലാം നിയോഗിതനായി ഏത് സമുദായത്തിലേക്ക്? ഇല ആദ് സമുദായത്തിലേക്ക്. രണ്ടും ഒരുപോലെയാണല്ലേ. ഇസ്മു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പേരെന്താ? അബ്ദുൽ ഗഫാർ, അതാണ് പേര്, നേരത്തെ വന്നിട്ടുള്ളേ. ഇസ്മു ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ പേരെന്താണ്? അഖ്നൂഹ്, അവർക്ക് നേരത്തെ വന്നതല്ലേ, അത് പ്രത്യേകം നോക്കണല്ലോ. ഇനി ഈ പേപ്പറിൽ വന്നത് അടുത്ത പേപ്പറിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണേ. ഇനി നമുക്ക് പൂരിപ്പിക്കാനാട്ടോ. അൻസലല്ലാഹു തആല അലാ ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്തു എന്ത്? 10 സുഹുഫിൻ, 10 ഏടുകളിലെ. അൻസലല്ലാഹു അലാ ഇദ്രീസ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു 30 സ്വഹീഫ, 30 ഏടുകൾ. ദഅ നൂഹ് അലൈഹിസ്സലാം റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, പടച്ചോനെ കാഫിരീങ്ങളുടെ ഒറ്റ വീട് പോലും ഇവിടെ ബാക്കിയാക്കരുതേ എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. നൂഹ് സൂറത്തിലേക്ക് കാണാം കേട്ടോ. ഖാല ഹൂദ് അലൈഹി സ്വലാം ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, ഭീമാകാരമായ ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്ന് ഹൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞു. ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഹസ്ബുനല്ലാഹ്, നമുക്ക് അള്ളാഹ് മതി, വനിഅമൽ വക്കീൽ, നമ്മളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അള്ളയാണ്. അതാണ് അതിൻ്റെ അർത്ഥം, നിഅമൽ വക്കീൽ കേട്ടോ. മക്കളെ, ഇനി നമുക്ക് ആരെ പറഞ്ഞതെന്ന് കിട്ടാനാണ്. യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, തീയെ നീ ഇബ്രാഹിം നബിക്ക് തണുപ്പും സുരക്ഷിതത്വവും ആവണം. ഇതാരോ പറഞ്ഞത്? അള്ളാഹു തആല, അള്ളാഹുവാണ് പറഞ്ഞത്. അള്ളാഹ്ക്കല്ല തീനോട് അങ്ങനെ പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ അല്ലേ. അടുത്തത് അള്ളാഹു അമറക ബിഹാദ, അള്ളാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഇത് ഇബ്രാഹിം നബിനോട് ഹാജറ ബീവി ചോദിച്ച ചോദ്യമാണ് അല്ലേ. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻളുർ മാദാ തറ, പൊന്നാര മോനെ നിന്നെ അറക്കണതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, അല്ല എന്താ എൻ്റെ അഭിപ്രായം? ഇതാരാണ് ചോദിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനായ ഇസ്മായിൽ നബിനോട് ചോദിച്ചതാണ്. അപ്പോൾ ഉത്തരം എന്താണ്? ഇബ്രാഹിം നബി. അടുത്തത് യാ വൈലത അലിദു വഅന അജൂസുൻ വബഅലി ശൈഖുൻ ഇൻ ഹാദാ ഷൈഉൻ അജീം, പടച്ചോനെ ഞാൻ ഇനി പ്രസവിക്കുക, ഞാനാണ് ഈ വൃദ്ധയാണ്, ഭർത്താവാണ് ഈ വൃദ്ധനുമാണ്. ഇത് ഭയങ്കര അത്ഭുതം ഉണ്ടല്ലോ. ഇത് പ്രസവിക്കുമെന്ന് സന്തോഷ വാർത്ത കേട്ടപ്പോൾ സാറാ ബീവി മലക്കുകളോട് പറഞ്ഞ കാര്യമാണ്. ലീ ഇലൈക ഹാജ, എനിക്ക് എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇത് ഇദ്രീസ് നബിനെ കാണാൻ വന്ന മലക്കിനോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി നമുക്കുള്ളത് ചോദ്യത്തരാണ്. സിന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന വലിദ ഇസ്ഹാഖ് അലൈഹിസ്സലാം കം ഹുവ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിച്ചപ്പോൾ ബാപ്പയായ ഇബ്രാഹിം നബിയുടെ വയസ്സ് എത്രയാണ്? 120 വയസ്സ് കേട്ടോ. അടുത്തത് അൽ കബഷുല്ലദീ ദബഹു ഇബ്രാഹിം അലൈഹിസ്സലാം ഹുവ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്ത ആ ഒരു ആടുണ്ടല്ലോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമായിട്ട്, ആ ആട് ഏതാണ്? മാ ഖറബഹു ഹാബീലു ബിനു ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ മകൻ ഹാബീൽ കുർബാന വെച്ച ആടാണത്. ഹാബീലും കാബീലും വെച്ചിനു, ഹാബീലിൻ്റെ അള്ളാഹു സ്വീകരിച്ചു, കാബീലിൻ്റെ സ്വീകരിച്ചില്ല അല്ലേ. അടുത്തത് കൈഫ ഗാന ഐഷു അഹിലി ബാബില, ബാബിലോണിയക്കാരുടെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അർഗദു ഐഷിൻ വക്കാനു യഅ്ബുദൂന അസ്നാം, അവർക്ക് ഭയങ്കര സുഖ ജീവിതമായിരുന്നു, പക്ഷേ അവർ ബിംബാരാധകരായിരുന്നു. മാതാ കാല സ്വാലിഹ് അലൈഹിസ്സലാം ലിഖൗമിഹി ലമ്മ കറുന്നാക, ഒട്ടകത്തെ അർത്ഥപ്പോൾ സമുദായത്തോട് സ്വാലിഹ് നബി എന്താ പറഞ്ഞത്? തമത്തവു ഫി ദാരിക്കും സലാസത അയ്യാം, നിങ്ങളുടെ വീടുകളിൽ സുഖിച്ച് 3 ദിവസം നിങ്ങൾ താമസിക്കുക. ഇതാണ് സ്വാലിഹ് നബി അവരോട് പറഞ്ഞത്. കാരണം എന്താ? 3 ദിവസത്തിന് ശേഷം അവർക്ക് ഭീമാകാരമായ ശിക്ഷ വരാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് വിശദീകരിക്കാനാണല്ലേ. മാ ഖാല നൂഹ് അലൈഹിസ്സലാം ലി ഇബ്നിഹി കനആൻ, കനആൻ എന്ന മകനോട് നൂഹ് നബി അലൈഹി സ്വലാം എന്തു പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മിനൽ കാഫിരീൻ, പൊന്നാരമനെ ഈ കപ്പലിൽ കയറിക്കോ, കാഫിരീങ്ങളുടെ കൂടെ കൂടി ചാകണ്ട എന്ന് പറഞ്ഞു. ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിച്ചു
പഠിച്ചോളി, നേരത്തെ വന്നതാണ്. പല ചോദ്യങ്ങളും അങ്ങനെ ഉണ്ട്. അപ്പോൾ ആവർത്തിച്ച് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. 3 കൊല്ലത്തിൽ അൽ അഹ്യാഉൽ അർബഅതു മിനൽ അംബിയാ, നബിമാരിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന 4 നബിമാർ ആരൊക്കെ? ഖിദർ നബി, ഇല്യാസ് നബി, ഈസാ നബി, ഇദ്രീസ് നബി. മസാക്കിനു സമൂദ്, സമൂദുകാരുടെ താമസം എവിടെ? ഹിജറുൽ ലദീ ബൈനൽ ഹിജാസ് വ തബൂക്ക്, തബൂക്കിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഹിജർ എന്ന സ്ഥലത്ത്. ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പടച്ചോനെ, എൻ്റെ പരിശുദ്ധമായ ഭവനം അഥവാ കഅബ, അതിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ സന്താനങ്ങളെ താമസിപ്പിക്കുകയാണ്. അവിടെയാണെങ്കിലോ ഒരാൾക്കാരും ഇല്ല, കൃഷിയില്ല, ഒന്നുമില്ലാത്തൊരു തായ്വരയാണ്. അവിടെയാണ് ഞാൻ താമസിപ്പിക്കുന്നത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയെയും മകനായിട്ടുള്ള ഇസ്മായിൽ നബിനെയും മക്കത്ത് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരുമ്പോഴുള്ള പ്രാർത്ഥനൻ്റെ ഭാഗമാണല്ലേ മക്കളെ. അടുത്തൊരു വർഷത്തെ പേപ്പറും കൂടി നമുക്ക് നോക്കിയാൽ നമുക്ക് ഫുൾ മാർക്ക് ഏകദേശമൊക്കെ ഉറപ്പിക്കാം. അടുത്ത് കണ്ട് നിർത്തിയാൽ ശരിയാവില്ല കേട്ടോ. ഞാൻ 15-16 മണിക്കൂറോളം ഇതിനായിട്ട് നിൽക്കണം. ഒരു വാശിയോടെ രസത്തിൽ നിൽക്കി നോക്കിയാലേ. നമുക്ക് ഒന്നാമത്തെ പൂരിപ്പിക്കാനാണ്. അബുൽ ബഷർ, മനുഷ്യപിതാവ്. ആരാണ്? അവലുൽ അംബിയ, ആദ്യ നബി. അത് ആദ്യ നബി തന്നെ. നസറത്ത് ഹവ്വ ബീവി ഇറങ്ങിയത് എവിടെയാണ്? ജിദ്ദയിലാണ് സ്വർഗത്തു നിന്ന് ഇറങ്ങിയത് അല്ലേ. ഇസ്മു ഇദ്രീസ് നബിൻ്റെ പേര് അഹ്നു. 3ാമത്തെ വട്ടാണ് കേട്ടോ. പ്രത്യേകം അങ്ങനത്തെ ഒക്കെ ഓർത്ത് വെക്കണേ. ഇസ്മു നോഹ് നബിൻ്റെ പേരെന്താണ്? അബ്ദുൽ ഗഫാർ. മസ്കനു ആദ് സമുദായത്തിൻ്റെ താമസം എവിടെയാണ്? ബിൽ അഹ്കാഫിൽ. മസാക്കിനു സമൂദുകാരുടെ താമസം എവിടെയാണ്? ഹിജറിൽ. മൗലിദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത് എവിടെയാണ്? ബാബിലോണിയയിൽ. ഒരുവിധമൊക്കെ നമ്മൾ മുമ്പ് 2 പേപ്പർ പറഞ്ഞല്ലോ, അതിൽ വന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കുക ഒരു 49-50 ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് വരുന്ന പ്രത്യേകം നോട്ട് ചെയ്യുക. പെട്ടെന്ന് മനസ്സിലാകണമല്ലോ, അങ്ങനെ കേൾക്കുക. അല്ലാത്തൊരു കുറച്ച് സ്പീഡ് കുറച്ച് നമുക്ക് യോജിച്ച് ചേർക്കാനാണ്. ബനാ ഇസ്ഹാഖ് അലൈഹി സ്വലാം ഫിഷാമി ബൈത്തൻ ലില്ലാഹി വഹുവ ബൈത്ത് മുഖദ്ദസ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഷാമിലെ അള്ളാഹുവിന് വേണ്ടിയ ഒരു ഭവനം പണിതു. അതേതാണ്? ബൈത്ത് മുഖദ്ദസ് ആണ്. ലമ്മ ശബ്ബ ഇബ്രാഹിം തഅല്ലമ അറബിയ മിൻ അഹ്ലി ജുർഹും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യുവാവായപ്പോൾ അറബി ഭാഷ ജുർഹും വിഭാഗക്കാരിൽ നിന്ന് അറബി ഭാഷ പഠിച്ചു. സക്കന ഇബ്രാഹിമു ബിഗരിസിബ ഫി ഫലസ്തീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലെ ബിഗരിസിബയിലാണ് താമസിച്ചത്. ഇസ്തവത്തി സഫീനത്ത് നൂഹ് അല ജൂദി ഫി ആഷിരി മുഹറം. 10 നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. അൻസൽ അല്ലാഹു തആല അല ആദം അശറ സുഹുഫിൻ. ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല 10 ഏടുകൾ ഇറക്കി. ഇനി നമുക്ക് വിശദീകരിക്കാനാണ് കേട്ടോ. മഫല ആദമു വഹവ്വ ഹീന ബുദുവി സൗആതിഹിം. ആദം നബിക്കും ഹവ്വ ബീവിക്കും ഗുഹ്യസ്ഥാനങ്ങൾ വെളിവായപ്പോൾ അവർ എന്ത് ചെയ്തു? വതഫിക യഖ്സിഫാനി അലൈഹിമ മിൻ വറകിൽ ജന്നതി ഫനദിമ വതാബ. ആദം നബിയും ഹവ്വ ബീവിയും 2 പേരും സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് അവ രണ്ടും പൊത്തിപ്പിടിച്ചു. അതുപോലെ തന്നെ ചെയ്ത തെറ്റിൻ്റെ മേൽ അവർ ഖേദിക്കുകയും 2 പേരും തൗബ ചെയ്യുകയും ചെയ്തു. അൽ അഹ്യാഉ ഫിൽ അർദി മിനൽ അംബിയാ. നബിമാരിൽ ഭൂമിയിൽ താമസിക്കുന്ന ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നബിമാർ ആരൊക്കെയാണ്? അൽ ഖിദറു വൽ ഇല്യാസ്. ഖിദർ നബിയും ഇല്യാസ് നബിയുമാണ്. മാ ഖാല നൂഹ് ലിബ്നിഹി കനാൻ എന്ന മകനോട് നൂഹ് നബി എന്ത് പറഞ്ഞു? യാ ബുനയ്യ ഇർകമാൻ അവലാതകും യൽ കാഫിർ. നമ്മൾ 2 വട്ടം പറഞ്ഞതാണ് അല്ലേ. മാ ഖാല സ്വാലിഹി ലിഖൗമി ലമ്മാ കറുന്നാക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് 2 പേപ്പറിന് വരാത്ത ചോദ്യങ്ങൾ മാത്രം വിശദീകരിക്കാം. ആവർത്തിച്ച് വരുന്നത് നമുക്കൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. മറ്റേ അത് പിന്നെയും വിശദീകരിച്ചുകൊണ്ട് നേരെ നിങ്ങൾക്ക് വെറുതെ നീട്ടണ്ടല്ലോ അല്ലേ. അജിബ് സിന്നു ഇബ്രാഹിം വസാറഹി നവലിദ് ഇസ്ഹാഖ് അലൈഹി സ്വലാം കംഹുവ. ഇസ്ഹാഖ് നബി ജനിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെ വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാറാ ബീവിയുടെ വയസ്സ് 90. മാതാ വല ഇബ്രാഹിമോ ഇന്ദ ഹാജറ വബിനിഹായിനൻ സറഫ. മക്കയിൽ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടാക്കി തിരിച്ചു പോന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തത്? വലായിന്ദുമാ ജിറാബം ഫീഹി തമ്പ്രം വസിക്കാവും ഫീഹി മാവൻ. വെള്ളമുള്ള ഒരു തോൽപാത്രവും കാരക്കയുടെ ഒരു സഞ്ചിയുമാണ് അവരുടെ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെച്ച് തിരിച്ചു പോകുന്നത്. മാതാഫൽ ഇബ്രാഹിം ബി ആലയത്തി അഹ്ലി ബാബില. ബാബിലോണിയക്കാരുടെ ദൈവങ്ങളോട് ബിംബങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? ഫകസ്സറഹ ബിഖദൂമിൻ ഫി യദിഹി കിതകൻ സഗീറതൻ ഇല്ലാ കബീറൻ മിൻഹ. അതിലെ വലിയ ബിംബത്തെ മാത്രം ബാക്കി വെച്ചു. ചെറിയ ബിംബങ്ങളൊക്കെ അടിച്ച് കോടാലി കൊണ്ട് പൊട്ടിച്ചു. മാതാ തൊലബ സമൂദ് മിൻ സ്വാലിഹ്. സ്വാലിഹ് നബിയോട് സമൂദ് ഗോത്രക്കാർ എന്താണ് ആവശ്യപ്പെട്ടത്? ഇഖ്റാജ് നാക്കത്തിൻ അഷ്റാഖ തൊവീലത്തിൻ വസ്ഫുഹ കഥാ വകഥ. ഇന്നാലിന്ന വിശേഷണങ്ങളുള്ള 10 മാസം ഗർഭിണിയായിട്ടുള്ള ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ ആണ്
സമൂഹക്കാർ സ്വാലിഹ് നബിയോട് ആവശ്യപ്പെട്ടത് ബിമാഖലക്ക് അള്ളാഹു ആദൻ ആദ്യ സമുദായത്തെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് ഫാർസൽ അള്ളാഹു അലൈഹിൻ അയ്യാം 8 പകലുകളും 7 രാത്രിയുമുള്ള തുടരെയുള്ള ശക്തമായ കാറ്റടിച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് സ്പീഡിലാക്കല്ലേ, ഞങ്ങൾക്ക് ചടക്കണ്ടല്ലോ. ആരോട് പറഞ്ഞു? അംബിഊനി ബി അസ്മാഇ ഹഉലായി, നിങ്ങൾ പറയണതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കളുടെയൊക്കെ പേര് എനിക്ക് പറഞ്ഞു തരി. ഇത് അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാ. എന്തിന്? ആദ്യ നബിൻ്റെ മഹത്വം ഓലേക്കാൾ മികച്ചതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. തെർഫൗനി ഇലസമായ വ ഇലൽ ജന്ന വ ഇലൻ നാരി, എന്നെ നീ ആകാശത്തിലേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് കാണിക്ക്. ഇതാരാ പറഞ്ഞത്? ഇദ്രീസ് നബി അലൈഹി സ്വലാം മലക്കിൽ മൗത്ത് അസറായിലിനോട് ഇദ്രീസ് നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് കേട്ടോ. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദബക, പൊന്നാരമനെ സ്വപ്നത്തിൽ നിന്നെ ഇറക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇതാര് പറഞ്ഞതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാം, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് ഖബർ ഹാവുലായി, ഇവരുടെ ഖബർ എവിടെയാണ്? ആദം നബിയുടെ അലൈഹി സ്വലാമിൻ്റെ ഖബർ എവിടെ? മക്കയിൽ. ഇബ്രാഹിം നബി മദീനത്തുൽ ഖലീൽ, നൂഹ് നബി മസ്ജിദുൽ ഹറാം കേട്ടോ. ഇനി താഴെയുള്ളതിൽ 3-ാമത്തിൻ്റെ അർത്ഥം ഏതാനാണ്? ആബദത്ത് പറഞ്ഞാൽ ആരാധന, മൗജി തിരമാല, ഹക്കമി വിധിക്കുക, ജൂസ് പറഞ്ഞാൽ കിളവി അഥവാ വൃദ്ധ. നമുക്കളെ ആവർത്തിച്ച് കേൾക്കാം. മാക്സിമം ഞാൻ വേഗത്തിലാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ചടക്കണ്ടെന്ന് വെച്ചിട്ട് ഇനി വേഗത്തിലാകുന്നതുകൊണ്ട് ഗതികേടില്ലോല് കുറച്ച് സ്പീഡ് കുറച്ച് കണ്ടാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല വിജയം കിട്ടട്ടെ കേട്ടോ.